Hello dear children, welcome to Kids Area Online. Second term exam start ആകാറായി. എല്ലാവരും പഠിച്ചു തുടങ്ങിയായിരുന്നോ? ഓക്കെ, നമുക്ക് പഠിച്ചു തുടങ്ങിയാലോ? തുടങ്ങാം. ഇന്ന് നമ്മൾ ക്ലാസ് 2 മലയാളമാണ് കേട്ടോ പഠിക്കാൻ പോകുന്നത്. ക്ലാസ് 2-ലെ മലയാളമാണ് പഠിക്കാൻ പോകുന്നത്. നിങ്ങൾ റെഡിയാണോ? യെസ്. കിഡ്സ് ഏരിയ ഓൺലൈൻ കേരള സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്ന കുട്ടികൾക്ക് തേർഡ് ടേമിൻ്റെ ട്യൂഷൻ ഡിസംബർ 29 തിങ്കൾ ആരംഭിക്കുകയാണ്. കേരള സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്ന കുട്ടികൾക്കാണ് അടുത്ത ടേമിൻ്റെ ട്യൂഷൻ ഡിസംബർ 29 സ്റ്റാർട്ട് ചെയ്യുന്നത്. മൺഡേ മുതൽ ഫ്രൈഡേ വരെ എല്ലാ ദിവസവും 1 hour ലൈവ് ക്ലാസ് ഉണ്ടാകും. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. ഇംഗ്ലീഷ്, മലയാളം എഴുതാനും വായിക്കുവാനും ബുദ്ധിമുട്ടുള്ള കുട്ടികൾക്ക് സ്പെഷ്യൽ ക്ലാസ്സസ് കിഡ്സ് ഏരിയ ഓൺലൈൻ നൽകുന്നുണ്ട്. അതിപ്പോൾ നടന്നുകൊണ്ടിരിക്കുവാണ്. ഇനി അടുത്ത ബാച്ച് സ്റ്റാർട്ടാകുന്നത് ഏപ്രിൽ മെയ് വെക്കേഷനിലാണ്. അപ്പോൾ മാർച്ചിൽ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാം. അതെല്ലാവരും ഓർമ്മയിൽ വയ്ക്കുക. ഓക്കെ, അപ്പോൾ ട്യൂഷന് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ട് എങ്കിൽ ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പർ നിങ്ങൾക്ക് വാട്സപ്പ് മെസ്സേജ് അയക്കാവുന്നതാണ്. 9746487799. ഈ വാട്സപ്പ് നമ്പറിലേക്ക് ട്യൂഷൻ്റെ ഡീറ്റെയിൽസ് അറിയാനായി വാട്സപ്പ് മെസ്സേജ് അയക്കാവുന്നതാണ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് നിങ്ങൾ പങ്കെടുത്ത ഉത്സവത്തിൻ്റെ അനുഭവക്കുറിപ്പ് എഴുതുക. നിങ്ങൾ പോയ ഒരു ഉത്സവം, ആ ഉത്സവത്തെക്കുറിച്ച് നിങ്ങളുടെ അനുഭവക്കുറിപ്പ്, നിങ്ങൾ എന്താണോ ആ ഉത്സവത്തെക്കുറിച്ച് എഴുതാൻ പോകുന്നത് അത് എഴുതുക. അപ്പോൾ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ എങ്ങനെ എഴുതാം? നിങ്ങൾ സ്വന്തമായിട്ടൊന്ന് എഴുതി നോക്കണേ. ഇപ്പോൾ എഴുതാൻ അറിയില്ല, എഴുതുന്നതിൽ കുറച്ചുകൂടി സെൻറ്റൻസ് ഉൾപ്പെടുത്തണം എന്നൊക്കെയുള്ളവർ എന്ത് ചെയ്യണം? ഇതിൽ നിന്ന് കുറച്ച് സെൻറ്റൻസൊക്കെ നിങ്ങൾ ഓർമ്മിച്ച് വെച്ചേക്കണം. അല്ലെങ്കിൽ എന്ത് ചെയ്യണം? ഒട്ടും അറിയില്ലെങ്കിൽ നിങ്ങൾ ഇതുപോലെ പഠിക്കുക. അറിയാവുന്നവർ ജസ്റ്റ് ഒന്ന് വായിച്ച് വെച്ചേക്കുക. അപ്പോഴത്തേക്ക് എന്ത് ചെയ്യും? പുതിയ പുതിയ സെൻറ്റൻസുകൾ ഇതിൽ നിന്നും നിങ്ങൾ എഴുതുന്നതിലോട്ട് ചേർക്കാൻ പറ്റും, കൂട്ടിച്ചേർക്കാൻ പറ്റും. അപ്പോൾ എങ്ങനെ നമുക്ക് എഴുതാം? നിങ്ങൾ പങ്കെടുത്ത ഉത്സവത്തിൻ്റെ അനുഭവക്കുറിപ്പ് എഴുതുക. ഒരു അവധി ദിവസം വൈകുന്നേരം അച്ഛനും അമ്മയും ഞാനും ചേട്ടനും കൂടി ഉത്സവം കാണാൻ പോയി. ഇവിടെ അവധി ദിവസം എന്നില്ല, ഒരു ദിവസം എന്ന് എഴുതിയാലും കുഴപ്പമില്ല, അല്ലെങ്കിൽ ഏത് ദിവസം എന്ന് എഴുതിയിട്ട് എഴുതാം. വൈകുന്നേരം നിങ്ങളുടെ വീട്ടിലുള്ളവരുടെ പേര് എഴുതാം. അച്ഛനും അമ്മയും ഞാനും ചേട്ടനും കൂടി ഉത്സവം കാണാൻ പോയി. അവിടെ ചെന്നപ്പോൾ നിറയെ ആൾക്കൂട്ടം. ഉത്സവപ്പറമ്പിൽ ആൾക്കൂട്ടമായിരിക്കില്ലേ? നമ്മൾ പഠിച്ചല്ലോ, അവിടെ നിറയെ ആളുകളല്ലേ. അവിടെ ചെന്നപ്പോൾ നിറയെ ആൾക്കൂട്ടം, നിരനിരയായി നിറയെ കച്ചവടക്കാർ. അവിടെ എന്ത് കണ്ടു? പിന്നെ നിരനിരയായി നിറയെ കച്ചവടക്കാരെ കണ്ടു. നിറയെ ബലൂൺ കച്ചവടക്കാരെയും ഞാൻ കണ്ടു. അവിടെ നിറയെ ബലൂൺ കച്ചവടക്കാരെയും കണ്ടു. അവരുടെ കയ്യിൽ നിന്നും അച്ഛൻ എനിക്ക് കുരങ്ങൻ ബലൂൺ വാങ്ങിത്തന്നു. അവരുടെ ബലൂൺകാരൻ്റെ കയ്യിൽ നിന്നും അച്ഛൻ എനിക്ക് കുരങ്ങൻ ബലൂൺ വാങ്ങിത്തന്നു. നെറ്റിപ്പട്ടം കെട്ടിയാണ് കേട്ടോ 3 ആനകൾ അവിടെയുണ്ടായിരുന്നു. നെറ്റിപ്പട്ടം കെട്ടിയ 3 ആനകൾ അവിടെയുണ്ടായിരുന്നു. ഞാൻ ആനയെ തൊട്ടു നോക്കി. അവിടെ ലൈറ്റുകൾ കൊണ്ട് നിറഞ്ഞിരുന്നു. പിന്നെ ഉത്സവപ്പറമ്പിൽ എന്തുണ്ടാകും? നിറയെ ലൈറ്റുകൾ ഉണ്ടാകും. അവിടെ ലൈറ്റുകൾ കൊണ്ട് നിറഞ്ഞിരുന്നു. പിന്നെ ഞാൻ ഓട്ടൻതുള്ളലും കണ്ടു. രാത്രിയുള്ള വെടിക്കെട്ടും കണ്ടാണ് ഞങ്ങൾ വീട്ടിലേക്ക് മടങ്ങിയത്. അന്നത്തെ ഉത്സവ കാഴ്ച വളരെ രസകരമായിരുന്നു. അപ്പോൾ അനുഭവക്കുറിപ്പ് എഴുതുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഉത്സവത്തിന് അവിടെ പോയപ്പോൾ എന്തൊക്കെ കണ്ടു, നിങ്ങൾ എന്തൊക്കെ വാങ്ങിച്ചു, എന്തൊക്കെ കഴിച്ചു, എന്തൊക്കെ കളിച്ചു, നിങ്ങളവിടെ കണ്ടത് എന്തൊക്കെയാണ്, അതെല്ലാം ചേർത്തുകൊണ്ട് പോയതും വരുന്നതും വരെ നിങ്ങൾ എന്ത് ചെയ്യണം? എഴുതണം. അതാണ് അനുഭവക്കുറിപ്പ്. ഇവിടെ ഒരു കുട്ടി ഉത്സവത്തിന് അനുഭവക്കുറിപ്പ് എഴുതിയത് കണ്ടോ? എങ്ങനെയാണ്? ഒരു അവധി ദിവസം വൈകുന്നേരം അച്ഛനും അമ്മയും ഞാനും ചേട്ടനും കൂടി ഉത്സവം കാണാൻ പോയി. അപ്പോൾ നിങ്ങളിൽ ആരൊക്കെയാണ് ഉത്സവം കാണാൻ പോയതെന്ന് നിങ്ങൾ എഴുതുക, വീട്ടിലുള്ളവരെ എഴുതുക. അവിടെ ചെന്നപ്പോൾ ഉത്സവം പോകുമ്പോൾ നിറയെ ആൾക്കൂട്ടം ഉണ്ടാവും. അവിടെ ചെന്നപ്പോൾ നിറയെ ആൾക്കൂട്ടം, പിന്നെ നിറയെ കച്ചവടക്കാരുണ്ടാവും. നിരനിരയായി നിറയെ കച്ചവടക്കാർ, നിറയെ ബലൂൺ കച്ചവടക്കാരെയും ഞാൻ കണ്ടു. അവരുടെ കയ്യിൽ നിന്നും അച്ഛൻ എനിക്ക് കുരങ്ങൻ ബലൂൺ വാങ്ങിത്തന്നു. നെറ്റിപ്പട്ടം കെട്ടിയ 3 ആനകൾ അവിടെ ഉണ്ടായിരുന്നു. ഞാൻ
ആനയെ തൊട്ടു നോക്കി. ഇവിടെ ഈ കുട്ടിക്ക് ആനയെ തൊടാൻ പറ്റി, അച്ഛൻ്റെ സഹായത്തോടെയാണ് കേട്ടോ. ആനയെ തൊട്ടു നോക്കാൻ പറ്റി, അതും എഴുതാം. അച്ഛൻ്റെ സഹായത്തോടെ എനിക്ക് ആനയെ തൊടാൻ കഴിഞ്ഞു. പിന്നെ ഉത്സവപ്പറമ്പിൽ എന്താ ഉള്ളത്? ലൈറ്റുകൾ. അവിടെ ലൈറ്റുകൾ കൊണ്ട് നിറഞ്ഞിരുന്നു. എന്നിട്ടോ ഉത്സവത്തിന് പോകുമ്പോൾ പരിപാടികൾ കാണാൻ പറ്റുമല്ലേ? ഓട്ടം തുള്ളലുണ്ടാവും, ചാക്യാർ കൂത്തുണ്ടാവും, കഥകളി ഉണ്ടാവും, ഗാനമേള ഉണ്ടാകും. അങ്ങനെ നിങ്ങൾ എന്താണോ കണ്ടത് അത് എഴുതുക. പിന്നെ ഞാൻ ഓട്ടം തുള്ളലും കണ്ടു. പരിപാടിയൊക്കെ കഴിഞ്ഞ് രാത്രി എന്തുണ്ടാവും? വെടിക്കെട്ടുണ്ടാവും. രാത്രിയുള്ള വെടിക്കെട്ടും കണ്ടാണ് ഞങ്ങൾ വീട്ടിലേക്ക് മടങ്ങിയത്. അന്നത്തെ ഉത്സവ കാഴ്ച വളരെ രസകരമായിരുന്നു. അപ്പോൾ ഈ അനുഭവക്കുറിപ്പ് നിങ്ങൾക്ക് മനസ്സിലായോ? അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് ഉത്സവത്തിനെ കുറിച്ചുള്ള അനുഭവക്കുറിപ്പ് എഴുതുക എന്ന് ചെറിയൊരു ആശയം കിട്ടിയോ? അപ്പോൾ എക്സാമിന് ചോദിച്ചാൽ നിങ്ങൾ എഴുതത്തില്ലേ? എഴുതും. നല്ലതുപോലെ എഴുതണം കേട്ടോ. ഓക്കെ ചിൽഡ്രൻ, ബൈ ബൈ, താങ്ക് യു. കിഡ്സ് ഏരിയ ഓൺലൈൻ കേരള സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്ന കുട്ടികൾക്ക് 3rd ടേമിൻ്റെ ട്യൂഷൻ ഡിസംബർ 29 തിങ്കൾ ആരംഭിക്കുകയാണ്. കേരള സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്ന കുട്ടികൾക്കാണ് അടുത്ത ടേമിൻ്റെ ട്യൂഷൻ ഡിസംബർ 29 സ്റ്റാർട്ട് ചെയ്യുന്നത്. മൺഡേ മുതൽ ഫ്രൈഡേ വരെ എല്ലാ ദിവസവും 1 hour ലൈവ് ക്ലാസ് ഉണ്ടാകും. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. ഇംഗ്ലീഷ്, മലയാളം എഴുതാനും വായിക്കുവാനും ബുദ്ധിമുട്ടുള്ള കുട്ടികൾക്ക് സ്പെഷ്യൽ ക്ലാസ്സസ് കിഡ്സ് ഏരിയ ഓൺലൈൻ നൽകുന്നുണ്ട്. അതിപ്പോൾ നടന്നുകൊണ്ടിരിക്കുവാണ്. ഇനി അടുത്ത ബാച്ച് സ്റ്റാർട്ടാകുന്നത് ഏപ്രിൽ മെയ് വെക്കേഷനിലാണ്. അപ്പോൾ മാർച്ചിൽ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാം. അതെല്ലാവരും ഓർമ്മയിൽ വയ്ക്കുക. അപ്പോൾ ട്യൂഷന് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ട് എങ്കിൽ ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പർ നിങ്ങൾക്ക് വാട്സപ്പ് മെസ്സേജ് അയക്കാവുന്നതാണ്. 9746487799. ഈ വാട്സപ്പ് നമ്പറിലേക്ക് ട്യൂഷൻ്റെ ഡീറ്റെയിൽസ് അറിയാനായി വാട്സപ്പ് മെസ്സേജ് അയക്കാവുന്നതാണ്.